ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് കല്യാണമുണ്ട്. കിളക്കോട് താത്താൻ്റെ 2 കുട്ടികളെ കല്യാണമുണ്ട്. അതുപോലെ തന്നെ കല്യാണത്തിന് പോകണം. അതിന് മുമ്പ് ഇന്ന് എരുന്ന് പിടിച്ചാൽ പോകണം. പിന്നെ ചക്കയാണ്, കണ്ടില്ല. ഇന്നിപ്പോൾ ഇവിടെ പെരിയിൽ ചക്ക ഉണ്ടാക്കിയിട്ട് ഇന്നലെ ഇപ്പോൾ ഓടുന്ന പറമ്പെന്ന് ഓടുന്ന ഇന്നലെ അല്ല മിഞ്ഞാന്ന് ഓടുന്ന ഇത് ഓടുന്ന മിഞ്ഞാന്ന് താഴത്തോടുന്ന ആണ്. നേരെ നിർത്തുകൊണ്ടാകാനൊക്കെ ആളുണ്ട്, താഴത്ത് നിർത്തുകൊണ്ടാകാൻ ആളില്ലാത്തേ. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് നമ്മൾ പൊയ്ക്ക് എരുന്ന് പിടിക്കാൻ പോവുകയാണ്. ഇന്നത്തെ മെയിൻ പരിപാടി എരുന്ന് പിടിക്കാൻ പോവുക. അത് കഴിഞ്ഞിട്ട് കല്യാണത്തിന് പോകണം. കല്യാണത്തിന് പോകുന്നതിന് മുമ്പ് ഡ്രസ്സ് എടുക്കാൻ പോകണം. അപ്പോൾ എല്ലാം 2-3 മണിക്കൂർ കൊണ്ട് എല്ലാ പരിപാടിയും തീർക്കണം. അതാണ് ഇന്നത്തെ നമ്മളെ മെയിൻ ലക്ഷ്യം. അതുപോലെ തന്നെ ഞാൻ പിന്നെ ഇപ്പോൾ എന്താ പറയണ്ടല്ലോ, ഇത് ചായ എന്നല്ല, ഇത് സൂപ്പാണ്. സൂപ്പ് കുറേ മുമ്പ് കൊടുക്കുന്നതാണ്. ഒന്ന് വെറുതെ അവിടെ എടുക്കാണ്ടപ്പോൾ ഫ്രിഡ്ജിൽ ഇരിക്കാണ്ടപ്പോൾ ഒന്ന് എടുത്ത് കുടിച്ചാന്ന് തീരുമാനിച്ചു. അപ്പോൾ നമ്മളിന്ന് പൊയ്ക്ക് എരുന്ന് പിടിക്കാൻ പോവാണ്. കണ്ടില്ല, ചക്ക ആദ്യം പൊടിഞ്ഞ ദിവസം ചക്ക എന്ത് ചെയ്യും, ഇങ്ങനെ ചുളാക്കും. അതിൻ്റെ ദിവസം ഇങ്ങനെ ചെറിയ ചെറിയ ഈളുകളാക്കും. ഇത് പൊരിച്ചാനുള്ള ഒരു കാര്യത്തിനാണ് തോന്നുന്നുണ്ട്. പിന്നെ കണ്ടില്ല, ചക്കക്കുരു ഇവിടെ ഉണ്ട്, ഇവിടെ ചക്കയുണ്ട്. ഇതിൽ ഏറ്റവും എനിക്ക് തിന്നാൻ ഇഷ്ടം ഈ ഇതളാക്കിയതാണ്. കണ്ടില്ലേ, പൊരിച്ചെനിക്ക് ഇഷ്ടമില്ല. കാരണം വെച്ചാൽ അമ്മ ചൂടാണ്ട്, കണ്ട ചൂടാണ്ട്. എന്തമ്മാ എനിക്ക് അരിഞ്ഞുണ്ടാക്കി തിന്നാനാണ് പൂതി. അരിഞ്ഞുണ്ടാക്കി തിന്നാൻ ഭയങ്കര പൂതിയാണ്. ഇവിടെ കണ്ടില്ല, ഞങ്ങളെ വരയിച്ച 2 കുഞ്ഞു കുട്ടികളെ ഇവിടെ വാ, എപ്പാ വരി ഓടിവാ ഓലവിടെ കളിക്കുകയാണ്. കളിക്കുന്ന സമയത്ത് വരാൻ സാധ്യതയില്ല 3 നാളിൻ്റെ. പിന്നെ വേറൊരു ഔലിയ ഇവിടെ തന്നെ. ഔലിയ കണ്ട പോയി. ഔലിയ അതൊക്കെ എന്താ ഞങ്ങളെ കുഞ്ഞിപ്പുളുങ്ങയാണ്. കണ്ടാ എന്തേ ചോട്ടിരിക്കില്ലേ? ഇതവിടെ ഇങ്ങോട്ട് നോക്കേ. ഞാവൂന്നറിയാം. ഇവിടെ വീട്ടിലേക്ക് എപ്പോഴായാലും കടിപിടി കൂടുതലാണ് പണി. കണ്ടില്ലേ എന്തേടി, ഒക്കെ ഏത് സമയം പോലെ കടിപിടി കൂടുതലാണ് പണി. പിന്നെ നമ്മളെ പെരീത്തെ വേറൊരാളാണിത്. ഇവിടെ ബിബാരിക്ക് നിൽക്കണ മാതിരി നിൽക്കണേ, കണ്ടില്ലേ. നമ്മൾ പുള്ളിക്കോഴിയാണ്. ഈ കോഴി എവിടുന്നാ വന്ന് വെട്ടാണ് ഞങ്ങളവിടെ. പിന്നെ ഇവിടുന്ന് പോകണില്ല, അറക്കാനും പറ്റൂല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. കണ്ടില്ലേ, ഉള്ളിക്ക് കയറണം. എല്ലാവർക്കും ഉള്ളാണ് വേണ്ടത്. പുഴയിൽ കണ്ടമാനം എരുന്ത് കിട്ടുന്നുണ്ട്. ഇന്നലെ ഞാൻ പിടിച്ചു കൊടുത്തീന്. അപ്പോൾ എരുന്ത് പിടിക്കാൻ പോകണ, എരുന്ത് പിടിക്കുന്നതിനുള്ള ഒരു സ്പെഷ്യൽ ട്രിക്ക് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് എരുന്ത് പിടിക്കാൻ പോകണേ. പുഴയിൽ നിറയെ വെള്ളമുണ്ട്, അതുപോലെ തന്നെ എരുന്തുണ്ട്. അപ്പോൾ ഞാൻ എരുന്ത് പിടിക്കാൻ പോകണേ പുഴയിലേക്ക്. മസാലയൊക്കെ കൂട്ടിച്ചോളി. ഞാൻ എരുന്ത് പിടിച്ചാൽ വേണ്ടി ഒരു ബക്കറ്റ് എരുന്ത് പിടിച്ചിക്കാണ്ട് വരാം. ഒരാളെ 2 കബറിൽ സ്ഥലമില്ലാത്തവരെ മാറി 2 ഇവിടെ കൊണ്ടു നിർത്തും. ഒന്ന് അവിടെ കൊണ്ടുപോയി നിർത്തിക്കൂടെ, ബാക്കിയുള്ള കുറച്ച് എന്നിട്ട് ആയിക്കോട്ടെ കൂടി ഇങ്ങനെ വരണം. അപ്പൊ നമ്മള് എന്ത് വിളിച്ചാണ് വരട്ടാ. ഇവിടെ എന്താ ഉണ്ടാക്കണ്ടേ? തമിഴ് ഓക്കെ. നാം സോറി, ഇന്ത്യ അല്ലല്ലോ. പേരെന്താ? ഒറ്റവേലി. ഒരു സ്ഥലം സേലം. ഇവിടെ എന്താ ഉണ്ടാക്കണ്ടേ? കിണറോ? അപ്പോൾ അവിടെ താഴെ കിണർ ഉണ്ടാക്കണ്ടല്ലോ. അതോ കുഴി ये रखते हैं हमारे सेफ्टी टैंक को
ടാങ്ക്. ആ ഓക്കെ. ഇവിടെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എഡ്രിക്കോഡിലേക്ക് ഇവിടെ കിണർ കുത്തുന്നുണ്ട്, ആ ടാങ്കിൻ്റെ. അത് ഇവിടേക്ക് വേറെ കുഴിയിലൂടെ കുത്തുന്നതെന്നാണ് എന്താ പറഞ്ഞത് എനിക്ക് മനസ്സിലായത്. ഞാൻ കക്ക വെറുക്ക എറുന്ത് എറുന്ത് തമിഴിൽ എന്ത് പറയും? എറുന്ത് അറിയില്ല. അപ്പോൾ ഇവിടെ നമ്മൾ കക്ക പിടിക്കാൻ പോകേണ്ടത് നമ്മൾ പുഴയിൽ എത്തിയിട്ടുണ്ട്. ഈ പുഴ എന്ന് പറയുന്നത് നമുക്കറിയാം വളരെ അപകടം നിറഞ്ഞ ഒരു സ്ഥലമാണ് പുഴ എന്ന് പറയുന്നത്. ഇവിടെ തൊട്ടടുത്ത് ഒരാഴ്ച മുമ്പ് മൂന്നിയൂര് ഒരു 6 കടവ് അപ്പുറത്ത് ഒരാൾ വെള്ളത്തിൽ കക്ക വരാൻ വന്നിട്ട് അതിന് തൊട്ട് മുമ്പ് 2 കുട്ടികൾ മരിച്ചു. ഒരു 2-3 വർഷം മുമ്പ് തെന്നലിൽ നിന്നൊരു കുട്ടി ഇവിടെ വെള്ളത്തിൽ മുങ്ങി മരിച്ചു. അപ്പോൾ ഇൻ്റെത് അനുകരിച്ചുകൊണ്ട് ആരും ഇങ്ങോട്ട് പോയിക്ക് കക്ക വാരാൻ വരണ്ട. പക്ഷേ ഞാൻ ഇൻ്റെ കണ്ടുകൊണ്ടാണ് വന്നതെന്നുള്ള പേര് ഇങ്ങോട്ട് പറയും വേണ്ട. പിന്നെ ഈ കക്ക എന്ന് പറഞ്ഞത് ഇവിടെ ഒരുപാട് കക്കകൾ ഉണ്ടാവും. ഈ കക്കകളിൽ നിന്ന് സ്ഥിതി എന്ന് പറഞ്ഞാൽ അച്ഛങ്ങൾ തണുപ്പ് തേടി പോവുക ചെയ്യുക. ഈ തണുപ്പ് ഏതെല്ലാം ഭാഗത്ത് തണുപ്പുണ്ട് ആ ഭാഗത്തേക്ക് ഇങ്ങനെ കക്ക പോയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ രാത്രി ഇവിടെ കാലിൻ്റെ ഇടയിൽ ഒരു കക്ക ഉണ്ട്, താന്ന് പോയി, പക്ഷെ താഴത്ത് പോയി. ഈ കക്ക എന്ന് പറഞ്ഞത് തണുത്ത ഭാഗത്ത് തണുത്ത വെള്ളം തേടി ഇങ്ങനെ പോയിക്കൊണ്ടേ നിൽക്കും. അപ്പോൾ കക്കനെ സംബന്ധിച്ച് പറയണമെന്നുണ്ടെങ്കിൽ കക്കക്ക് പല പേരിലും അറിയപ്പെടുന്നുണ്ട്. കക്ക എന്ന് പറയും കടലിലുള്ളതിന്, എരുന്ത്, എരുന്തക്ക, പിന്നെ ചില ഭാഗത്ത് ഇളമ്പക്ക എന്ന് പറയും കക്കക്ക്. ഇപ്പോൾ നമ്മൾ ആദ്യമൊക്കെ ഞാനെന്ന് പറഞ്ഞാൽ ഈ വെള്ളം കുറവുള്ള സമയത്ത് രാത്രി ഒരു 11 മണി സമയത്തൊക്കെ രാത്രി എന്തെങ്കിലും പൊയ്ക്ക് വരും. ഈ പൊയ്ക്ക് വന്നിട്ട് ടോർച്ച് വെച്ച് ഇതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ നടക്കും. ഈ സൈഡിൽ കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ കക്കകളൊക്കെ എന്ത് ഉണ്ടാവും, കരക്കൊക്കെ ഇങ്ങനെ കയറി വന്നിട്ടുണ്ടാവും. ഇങ്ങനെ അതിനൊക്കെ പിടിച്ച് ഞാനിങ്ങനെ ബക്കറ്റിലിട്ടിട്ടാണ് ഞാൻ കക്കനെ പിടിച്ചിട്ടുണ്ട്, ഇളമ്പക്ക. പിന്നെ പറയണമെന്നുണ്ടെങ്കിൽ ഈ ഇതിൽ നമ്മൾ പിടിക്കാൻ പോണ കക്ക ഈ കണ്ണാട വെച്ചിട്ട് വെള്ളത്തിൻ്റെ അടിയിലേക്ക് നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ കണ്ണാട വെച്ചിട്ട് വെള്ളത്തിൻ്റെ അടിയിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ എവിടൊക്കെയാണ് കക്ക ഉള്ളതെന്നുള്ളത് ശരിക്കും കാണാൻ പറ്റും. അതാണ് ഈ കണ്ണാടിൻ്റെ പ്രത്യേകത. ഈ കണ്ണാട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചൈനയിൽ നിന്ന് നമ്മുടെ സുഹൃത്ത് ചൈനയിൽ നിന്ന് എനിക്ക് കൊടുന്നതാണ്. ഇത് ആർക്കും ഞാൻ തരൂല്ല. അത് ഈ കണ്ണാട വേണം എന്ന് പറഞ്ഞാൽ എൻ്റെ പെരയ്ക്ക് ആരും വരും വേണം, അത് ഞാൻ ആർക്കും തരൂല. ഈ കണ്ണാട ഞാൻ എൻ്റെ പെരയിൽ കണ്ടാ ഇതിൻ്റെ ഇവിടെയൊക്കെ ഗോൾഡിൻ്റെ ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ ഭയങ്കര എന്താ പറയുക സെൻസറൊക്കെ ഉള്ള കണ്ണാടയാണ് ഇത്. പിന്നെ അവിടെ പറ്റി പറയണമെന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ എപ്പോഴും നമ്മൾ സിമ്പിൾ ഡ്രസ്സ് ഇടണം, അല്ലാതെ ജീൻസ് പാൻറ്റും ജീൻസിൻ്റെ ഷർട്ട് ഇട്ട് കാണുന്നൊന്നും വെള്ളത്തിൽ ഇറങ്ങരുത്. വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, സിമ്പിളായിട്ടുള്ള ഡ്രസ്സ് ഇടണം എന്നാണ് ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ പുഴ എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഏകദേശം ഒരു 12 ആൾക്കാരെങ്കിലും മരിച്ചിട്ടുണ്ടാവും. മരിച്ചിട്ടുണ്ട് 12 ആൾക്കാരിലധികം മരിച്ചിട്ടുണ്ട് ഈ പുഴയിൽ. എൻ്റെ ഒരു ഓർമ്മയ്ക്ക് ശരിയല്ല, എൻ്റെ ഓർമ്മ ഭയങ്കര ശരിയാണ്. 12 ആൾക്കാർ ഇവിടെ ഈ പുഴയിൽ മരിച്ചിട്ടുണ്ട്. ഇപ്പോൾ തൊട്ടടുത്ത് ഇതിന് മുമ്പ് മരിച്ചത് നമ്മൾ തെന്നേരയിൽ നിന്ന് കുളിക്കാൻ വന്ന ഒരു കുട്ടി മരിച്ചിട്ടുണ്ട്. അതിന് മുമ്പ് തൊട്ടടുത്ത് നമ്മളെ എന്താ പറയുക കൊട്ടക്കാരൻ കുഞ്ഞൽബാക്കാൻ്റെ താഴത്ത് നമ്മളെ ബീരാൻ്റെ തറവാട്ട് താഴത്തുള്ളൊരു കുട്ടി മരിച്ചു. പിന്നെ അതിൻ്റെ തൊട്ട് മുമ്പ് നമ്മൾ നേരെ അപ്പുറത്ത് വെളിപ്പറാജിൻ്റെ വേറെ കുട്ടി ഇതേമാതിരി ചെറിയ കുട്ടിയാണ്, അത് അവിടുന്ന് ഇങ്ങോട്ട് ഉരുണ്ട് വീണുകാണ്ട് അത് വെള്ളത്തിൽ പോയി മരിച്ചു. പിന്നെ കുറേ മുമ്പ് ഇതിൻ്റെ ഓർമ്മ ശരിയാണ്. ഏറ്റവും ഫസ്റ്റ് മരണം എന്ന് പറഞ്ഞാൽ നമ്മളെ തൊട്ടിക്കാരോടത്തെ കുട്ടി ഉണ്ടല്ലോ, നമ്മൾ ഷെഫീഖിൻ്റെ ഓലൊക്കെ ഒരു അമ്മായിൻ്റെ കുട്ടി വിരുന്നുകാണ്ട് കുളിക്കാൻ വന്ന കുട്ടി. അത് ഞാൻ ഇതിൻ്റെ ഓർക്കുന്നുണ്ട്. ഞാൻ എന്ത് ചെയ്ത് ഞാനിങ്ങനെ വീട്ടിൽ ഒരു 11 മണി നേരത്ത്, വെള്ളിയാഴ്ചയാണ്, ഒരു 11 മണി സമയത്ത് ഞാനിങ്ങനെ പെരയിൽ പുട്ട് നിന്നിരുന്നു. അതിൽ ഒരു പെൺകുട്ടി ഇങ്ങനെ കയറി വന്നിട്ട് എൻ്റെ അമ്മാനോട് പറഞ്ഞേ ഇങ്ങനെ ഒരു കുട്ടീനെ കാണില്ല, ഞങ്ങളെ കുട്ടീനെ കാണില്ല, കുട്ടീൻ്റെ ചെരുപ്പ് അവിടെ ഉണ്ട്, കുട്ടീനെ കാണില്ല. അങ്ങനെ എന്നോട് പറഞ്ഞിട്ടൊന്ന് വേഗം ചെന്ന് പറയും മുകൾക്ക് കയറി. ഞാൻ ഓടിച്ചെന്ന് പറഞ്ഞ് ഒരു വളവുണ്ട് ഒതുക്കല്ലേ, ആ ഒതുക്കലൊക്കെ ചാടിച്ച് അവിടുന്ന് ഉരുണ്ട് വീണ്
കാലുമൊക്കെ മുറി. എന്നാലും ഞാൻ പോയി പറഞ്ഞ് എല്ലാവരും വിളിച്ചോടുന്ന് തപ്പി. പക്ഷേ നിർഭാഗ്യവശാൽ കുട്ടി മരിച്ചേക്കണം. അതാണ് ഫസ്റ്റത്തെ ഇത്. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം, ഇത് കണ്ടുകാണ്ട് ആരും ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട. ഞാൻ സാജിന് സാജി വീഡിയോ ഇട്ടുകാണ്ട് എന്തുടിച്ചിട്ട് കണ്ടുകാണ്ട് പറഞ്ഞുകാണ്ട് ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട. ഇവിടെ വള്ളത്തിൽ പോകും. ഇവിടെ പല സ്ഥലത്തും പല കുഴിയുള്ളതാണ്. പിന്നെ നിങ്ങളോട് ഇവിടെ വരുന്നവർ ചിലപ്പോൾ പറയും അവിടെ തപ്പിക്കോളി ഇവിടെ തപ്പിക്കോളി എന്നൊക്കെ പറയാൻ കുറേ ആൾക്കാരുണ്ടാവും. ഓർക്ക് തൊള്ളൻ്റെ മെനക്കളേ ഉള്ളൂ. ഓർക്ക് നിങ്ങൾ വള്ളത്തിൽ പോയാലെന്താ, വള്ളത്തിൽ പോയില്ലെങ്കിൽ എന്താ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞുതരാം, അത് വന്നുകാണ്ട് നിങ്ങൾ ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട. അപ്പോൾ ഞാൻ പിന്നെ പറയണേ, നമ്മൾ വെള്ളത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരിക്കലും ജീൻസ് പാൻറ്റ് ജീൻസ് ഇത് ഒന്നും ഇടരുത്. അപ്പോൾ ഞാൻ ഈ കണ്ണാട വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ എവിടെയൊക്കെ ഇരുന്നുണ്ട് മുങ്ങിയാൽ നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കണ്ടോ അവിടെ കുറച്ച് ഇരുന്നുണ്ട്. അപ്പോൾ ഈ കണ്ണാട വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എരുന്ത് എവിടെ ഉണ്ട് നിൽക്കാം, എരുന്ത് ഇവിടെ ഉണ്ട് നിൽക്കാം, അവിടെ രണ്ട് ഇരുന്നുണ്ട് ഒക്കെ അപ്പോൾ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ വീണ്ടും പറയണേ, ഇത് കണ്ടുകാണ്ട് ആരും ഇങ്ങോട്ട് എരുന്തെടുക്കാൻ വരും വേണ്ട. ഈ കണ്ണാട ചോദിച്ചുകാണ്ട് എൻ്റെ വരിക്ക് വരും വേണ്ട. ഇത് നമുക്ക് കൊടുന്ന നിങ്ങളുടെ അസേർ പറഞ്ഞ ചൈനയുള്ള എടരിക്കോട് പഞ്ചായത്ത് വെട്ട ഒരാളെ തന്നെ അത് ഞാൻ പറഞ്ഞുതരാം. യുവാനെ പോയിക്കാണ്ട് ശല്യം ചെയ്യും വേണം. ഇത് ചൈനയിൽ നിന്ന് കൊടുന്ന കണ്ണാടയാണ്. ഈ കണ്ണാട വെച്ചുകാണ്ട് അവിടെ കുറേ കുട്ടികൾ എരുന്തെടുക്കുന്നുണ്ട്, ഒക്കൊന്നും കിട്ടുന്നില്ല. പക്ഷെ നമുക്കിത് എന്ത് ചെയ്യും, എരുന്ത് പെട്ടെന്ന് കിട്ടും. മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് നമ്മൾ എരുന്ത് പിടിക്കുക. എരുന്തിന് വേറെ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്താ പേര്? എളമ്പക്ക എന്ന് പറയും ചില സ്ഥലത്ത്. പിന്നെ ഇവിടെ മുങ്ങി തപ്പുന്ന ആൾക്കാർക്കൊക്കെ ഭയങ്കര അസൂയാണ് ഞാൻ ഇങ്ങനെ പിടിച്ചിട്ട് കണ്ടാലേ. കാരണം ഓരിങ്ങനെ മുങ്ങി തപ്പും, നമ്മളിങ്ങനെ ആയി ടെക്നോളജി ഉള്ള കണ്ണാട വെച്ചിട്ട് പിടിക്കുക എന്ന് പറഞ്ഞത് മറ്റുള്ളവർക്ക് സ്വാഭാവികമായിട്ട് ഒന്നുണ്ടാവും, ഭയങ്കര വിഷമം ഉണ്ടാവും, ഭയങ്കര അസൂയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നത്, ഞാൻ ഡ്രസ്സ് മാറ്റിയാണ്. ഓക്കെ, ഡ്രസ്സ് മാറ്റിയിട്ട് ഞാൻ ഈ എരുന്ത് പിടിക്കാൻ വേണ്ടി കുളത്തേക്ക് ഇറങ്ങുകയാണ്. ശരി. കണ്ണാടക്കാൻ തരുമോ? കണ്ണാട തരുമോ? കണ്ണാട ഒന്നും വെക്കാൻ തരില്ല. ചെറുക്കാൻ പോയി ഇവിടുന്ന്. നിങ്ങൾ ഇവിടുന്ന് എന്നാ കുട്ടിയാളെ ഇവിടുന്ന് കണ്ണാട ഒന്നും വെക്കാൻ തരില്ല. കണ്ണാടൊന്നും കളില്ല. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് സിമ്പിളായിട്ടുള്ള ഡ്രസ്സ് ഇടണം വെള്ളത്തേക്ക് ഇറങ്ങുമ്പോൾ. ചില കണ്ണാട ചിലവർ പലതും പറയും, അസൂയപ്പെടും. കാരണം എന്താ, ഈ കണ്ണാടൻ്റെ കൈക്കലുണ്ട് എന്ന് ഇവിടെ ചില ആൾക്കാർക്ക് അറിയാം. അപ്പോൾ അവിടുന്ന് ഒരാൾ പറയണം, ഇങ്ങോട്ട് പോന്നാളിന്ന്, നിങ്ങൾ പോന്നാളി പോയിക്കോളി, നിങ്ങൾ ആരെയും ഇവിടെ പിടിച്ച് വെച്ചിരിക്കണം. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കക്ക അതാണ് ഇതിൻ്റെ പേര്. ഇത് നമ്മളെ കക്ക ഇടാനുള്ള എന്താണ് സഞ്ചിയാണ്. ഇത് കക്ക സഞ്ചി എന്നാണ് ഇതിന് പേര്. ഓക്കെ അല്ല, കക്ക സഞ്ചി ഇവിടെ വെക്കുക. നമ്മൾ വീണ്ടും പറയുന്നത്, നമ്മൾ പൊയ്ക്ക് ഇറങ്ങുമ്പോൾ ഒരിക്കലും ജീൻസ് പാൻ്റ് ഒന്നും ഇടരുത്. സിമ്പിളായിട്ടുള്ള ഡ്രസ്സ് ഇടണം. സിമ്പിളായിട്ടുള്ള ഡ്രസ്സ് ഇട്ട് ഇറങ്ങിയാൽ ഇത് സംഭവിക്കാം, നമുക്ക് നീന്താനും ഇതിനൊക്കെ കഴിയും. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നത് സിമ്പിളാണ്. ഇത് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ ഇട്ടുകാട് പോകുന്നതായതുകൊണ്ടാണ്. അല്ലാത്തവർക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് മാറ്റാം. പിന്നെ ഈ വല എവിടുന്നാ കിട്ടുകയെന്ന് ചോദിച്ചിട്ടുണ്ടാവും. ഇവിടെ പെരുമ്പാക്ക ജംഷീന ഹോട്ടലുണ്ട്, ജംഷീന ടീ സ്റ്റാള്. അവിടെ ബാപ്പുട്ടീനോട് ചോദിച്ചാൽ മതി. ബാപ്പുട്ടീനോട് ചോദിച്ചാൽ ബാപ്പുട്ടി പറഞ്ഞു തരും. എൻ്റെ ഈ വല പറഞ്ഞത് ഇതിന് 10 റുപ്യാണ് ഈ വലക്ക്. ഇതിലാണ് എരുന്തിടേണ്ടത്. പിന്നെ ഞാൻ വീണ്ടും പറയുന്നത്, ഈ കണ്ണാട എൻ്റെ അടുത്ത് ഉണ്ട് എന്ന് ചില ആൾക്കാർ അറിഞ്ഞപ്പോഴേ അന്ന് മുതലേ ചിലവർക്ക് ഭയങ്കര ദേഷ്യമാണ് എന്നോട്. കാരണം ഓരിങ്ങനെ മുങ്ങിത്തപ്പും ചെയ്യും. നമ്മളിങ്ങനെ സിമ്പിളായിട്ട് കക്ക പൊറുക്കും ചെയ്യും. പിന്നെ എന്ന് പറഞ്ഞാൽ ഇന്ന് ഒരുപാട് പരിപാടി ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ഇന്ന് ഇപ്പോൾ രാവിലെയാണ്, ഇന്ന് നമ്മളെ സാധാരണ കുട്ടികളെ കല്യാണം ഉണ്ട് കിളിനക്കോട്, അതിന് പോകണം. പോരാത്തതിന് ഡ്രസ്സ് എടുക്കാൻ പോകണം. ഡ്രസ്സ് എടുത്തിട്ട് എന്ത് ചെയ്യണം, ഡ്രസ്സ് എടുക്കാൻ പോകണം. ഡ്രസ്സ് എടുത്തിട്ടില്ല കല്യാണത്തിനുള്ള. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു 10-10:30 ഉള്ളിൽ നമ്മൾ തീരുമാനമാക്കിയാണ്ട് കുറച്ച് കക്കയൊക്കെ പെറുക്കിയാണ്ട് എന്ത് ചെയ്യണം, നമ്മൾ പെറുക്കാൻ പോകണേ. പിന്നെ ഇത് ഈ കണ്ണാട വീണ്ടും ഞാൻ പറയുന്നത്, ഈ കണ്ണാടക്ക് എൻ്റെ വീട്ടിലേക്ക് വരാൻ നിൽക്കണ്ട. മന്നമായി തിരിച്ചു പോകില്ല. എനിക്ക് വേറെ ദേശം കൂടി വരാണ്ട്. അപ്പോൾ നമ്മൾ കക്ക പെറുക്കാൻ പോവണേ. ഈ വലയൊക്കെ എടുത്തുകൊണ്ട് നമ്മൾ പോവണേ.
കക്കറ പിടിച്ചു ആ ഇവിടെ നല്ല തണുപ്പുള്ള സ്ഥലമാണ്. ഈ നല്ല തണുപ്പുള്ള സ്ഥലത്താണ് എന്തുണ്ടാവുക, കക്ക വരല്. രാവിലെയും വൈകുന്നേരം വലിയ കക്ക. അത് സോറി, ഇത് കക്കല്ല, അത് കക്കല്ല. നമ്മളെ അലില്ലേ, അലിൻ്റെ ഒരു പാട്ടുണ്ട്, ഊരല്ല കത്തി അറിഞ്ഞുകൊണ്ടുള്ള. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാൽ എന്താ നമ്മളിപ്പോ പറഞ്ഞോണ്ടീല് ഈ വല അല്ല, ഈ വലയിലാണ് എന്തുണ്ട് കക്ക ഇടേണ്ടത്. കക്ക ഇതിന് നിറച്ചിട്ട് എന്ത് ചെയ്യുള്ളൂ, ഞാൻ പൊന്തുള്ളൂ. ഓക്കെ അല്ല? ആ പിന്നെ കക്ക എന്ന് പറഞ്ഞത് ആൺകക്ക ഉണ്ടാവും, പെൺകക്ക ഉണ്ടാവും. പെൺകക്കയാണ് എന്ത്, ആൺകക്കയാണ് നീണ്ടത്. ആൺകക്ക നീണ്ടതും പെൺകക്ക നീളം കുറഞ്ഞതോ? പെൺകക്ക നീളം കുറഞ്ഞതോ ആക്കാരം, അല്ല ഉണ്ടാക്കാരം. പെൺകക്ക ഇങ്ങനെ ഇങ്ങനെ ഉണ്ടായിരിക്കും, ആൺകക്ക കുറച്ച് നീണ്ടതാക്കാരം. കേട്ടില്ല? തെറ്റല്ലാക്കള. അപ്പൊ നമ്മള് മുങ്ങിക്കാണ്ട് ഇതിന് കക്ക വെറുക്കാൻ പോവാണ്. ഈ കണ്ണാട ഞാൻ വീണ്ടും പറയണേ, ഈ കണ്ണാട വെച്ചുകാണ്ട് ആരും ഇങ്ങോട്ട് തരൂല, ചോദിക്കും വേണ്ട, ഇങ്ങോട്ട് കക്ക പിടിച്ചാൽ വരും വേണ്ട. ഇവിടെ അപകടം നിർത്തിയ സ്ഥലമാണ്. ബൈ തെറ്റല്ല. ഓക്കെ, ഓഫാക്കി പോയാ ഒരുപാട് കക്കുണ്ട് വേണം, ഇവിടെ ഒരുപാട് കക്കുണ്ട് കേട്ടോ. ഓക്കെ കണ്ടാ കീസിലിട്ടുണ്ടായതോ? കണ്ടാ ഒരേ കിട്ടി. കീസിലിട്ടുണ്ടായതല്ലോ. കീസിട്ട് എങ്ങനെ എന്തേ പറയാം. കണ്ടാ കക്ക കിട്ടി, കണ്ടാ. ഓക്കെ അല്ല? ഓക്കെ അല്ല? ഓക്കെ. ഇനിയിപ്പോ ഇനിയുള്ളൊക്കെ ആണ്ട് എറിഞ്ഞാലോ? ഓക്കെ അല്ല? പിന്നെ അത് ഇതെടുത്തുകൊണ്ട് ഓർഡർ ഇതിട്ടാ കുടിക്കും, നിങ്ങളെ പെരി ഒന്നും കുടിക്കും. ഓക്കെ അല്ല? ഒറ്റ മുങ്ങൽ എത്ര കക്ക എടുത്ത് തരാം. അവിടെ കൂട്ടാക്കി പോയിട്ടാ, കൂട്ടാക്കി പോളി കുറച്ച് ഈ വളർത്ത് കൂട്ടാക്കി പോളി. രണ്ട് വെരി കൊണ്ടോട്ടാ, വെരി കൊണ്ടാ നമുക്ക് മൂന്ന് നമുക്ക് വെച്ചിരുന്നാ മൂന്നാ കൂട്ടാക്കി കളി. കണ്ടില്ലാറണ്ട നാല് എന്താ കുടിച്ചാ. ഇതൊക്കെ ആണച്ചക്കയാണ് കണ്ടുപിടിച്ചാ. ഇത് ചെറുതാണ്, ഇത് വേണ്ട. ചെറുതൊന്നും നമ്മൾ എടുക്കൂല. ചെറുതൊക്കെ വളർത്തിക്കാനെ പോയിക്കോളാം, നമ്മൾ ചെറുതെടുക്കുന്ന ആളല്ല. കണ്ടാ പെറുക്കി കളിച്ചാ. കാണുമ്പോ തട്ടണ്ട, കത്തി കൊണ്ട മാരിയാ കാണാം, കത്തി കൊണ്ട മാരി കണ്ടുപിടിച്ചാ. ഒറ്റ മുങ്ങലിപ്പോ എത്ര കക്കയാണ് ഞാൻ പിടിച്ചത്. അത് വലിയ ഇതൊക്കെ ഇത് വലിയ കക്കയാണ്. ഞമ്മക്ക് ഇളയ കക്ക മതി, വലിയ കക്കി വേണ്ട, പച്ച ചെറിയ കക്കി വേണ്ട. അടാ നോക്കി, നമുക്ക് വലിയ കക്കി വേണ്ട, ചെറിയ കക്കി വേണ്ട, നമുക്കൊരു മീഡിയം തരാം. അത് വലിയ ആൺകക്കയാണ്, അത് നമുക്ക് വേണ്ട. വലിയ കക്ക നമ്മൾ എടുക്കൂല, നമ്മൾ ചെറിയ കക്ക എടുക്കുള്ളൂ. മനസ്സിലായോ? ഞാല് അപ്പൊ എത്ര നമ്മൾ കക്ക എടുത്ത് അത് നമ്മള് മീഡിയം കക്കയാണ്. എടുത്തോളിച്ചാ, കൂട്ടാക്കി കളി. ഓക്കെ അല്ല? കൂട്ടാക്കി കളി.
നമ്മൾ വീണ്ടും പറയുന്നത് നമുക്ക് ചെറിയ കക്ക വേണ്ട, വലിയ കക്ക വേണ്ട, ഇടന്തരായുള്ള കക്ക. ഇതൊരു ഇടന്തര വലിയ കക്കയാണ്, അത് ഇത് നമുക്ക് വേണ്ട. ഓക്കെ അല്ലേ? ഓക്കെ അല്ല? ആ റെക്കോർഡിംഗ് അല്ല? കേട്ടോ? ഈ കണ്ണാടൊക്കെ അരക്ക് പൂതിണ്ടാവും, തെരുവിലിട്ട മോനെ. നമ്മള് ഒരുപാട് കക്ക അവിടുന്ന് എറിഞ്ഞ കക്കകളൊക്കെ ഇവിടെ ഉണ്ട്, കണ്ടില്ലേ? ഇപ്പൊ എത്ര കക്ക എരുന്താ പിടിച്ചേ ഞാന് മോനാ? ഇപ്പൊ എത്ര എരുന്താ പിടിച്ചേ? ആ എണ്ണിക്കാ. നല്ല തണുപ്പുണ്ട്, നല്ല തണുപ്പുണ്ട്. രാവിലെ ആയതുകൊണ്ട് നല്ല തണുപ്പുണ്ട്. 10 8 ഓ, അപ്പൊ നമ്മൾ എത്ര ഒഴിവാക്കി? 3 ഒഴിവാക്കിയില്ല? ഓ, 3 ഒഴിവാക്കി. അപ്പൊ നമുക്ക് പോയിട്ട് ഒരു 10 മുങ്ങല് നമ്മളെന്ത് ചെയ്യണം? 10 മുങ്ങലിന് 100 പിടിക്കണം. കാക്ക എന്താ നിങ്ങൾക്ക് വേണം? അക്ക ആണോ? ഞാൻ വീണ്ടും പറയണേ, ഏറ്റവും കൂടുതൽ കക്ക കിട്ടുന്ന സമയം രാത്രിയാണ്. രാത്രിയാണ് ഏറ്റവും കൂടുതൽ കക്ക കിട്ടുക. ആ കുട്ടികൾ നീന്തിയായിരുന്നു ഒന്ന് വീഡിയോ എടുത്താൽ മോനോ? വീഡിയോ എടുത്തേ നിങ്ങള്. ആ വീഡിയോ എടുത്താ എന്നാ തിരിച്ചാ മക്കളെ. നിങ്ങൾ കക്ക പിടിച്ചാൽ വന്നതാ? ആ എന്നാ വരും. നമ്മളെ ഫ്രാൻസ് എന്താ നമ്മളെ ഫാൻസാണെന്നാ പറഞ്ഞത്. നിങ്ങൾ വെറുതെ എന്നാ വരേ. ഞാൻ വീണ്ടും നമ്മൾ കക്ക വെക്കാൻ പോവുകയാണേ. നമ്മുടെ കണ്ണാട വെക്കണം മെയിനായിട്ട്. കണ്ണാട ഇല്ലാതെ നമുക്ക് കക്ക കിട്ടൂല. അതിന് തന്നെ പറഞ്ഞാൽ കണ്ണാട ഇല്ലാതെ നമുക്ക് കക്ക കിട്ടൂല. കണ്ണാട നിർബന്ധമായിട്ട് വെച്ചാലേ നമുക്ക് കക്ക എവിടെയാന്ന് കാണാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? ഇത് ചൈനയിൽ നിന്ന് കൊടുന്ന കണ്ണാടനെ. ഇത് പൈസ നേടി. ഇത് കിട്ടുണ്ടാന്ന് നോക്കിയിട്ട് പൈസ പറയുള്ളൂ പറഞ്ഞിങ്ങനെ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അതല്ല കിട്ടി കണ്ടാ കിട്ടി മക്കളാ, കിട്ടി, വീണ്ടും കിട്ടി. ഒരു രക്ഷയില്ല. ഈ കണ്ണാട സെറ്റാണേ. ഒന്ന് നീ കാണണ്ട നോക്കാടി, ഒന്ന് കാണ്ടേ നോക്കി ഇന്നെ കാണണ്ട നോക്കി. ഈ കക്ക നമ്മളേ നിങ്ങൾ രാവിലെ വന്നല്ലേ കക്ക കുടിച്ചാനേ? ഇപ്പോൾ കുളിച്ചാൽ വന്നാണ്, ഒരു കുളിച്ചാൽ വന്നാണ്. എന്നെ കാണണ്ട? സെറ്റ്. ഓക്കെ, ആ സൈഡിൽ ഇങ്ങനെ കുറച്ച് ഇത് കാണണ്ട? ആ മരത്തിന്റെ കഷ്ണം ഇല്ലല്ലോ. അപ്പോൾ നമ്മള് കക്ക വെറുക്കാൻ വന്നാണ്. അപ്പോൾ നമ്മളെന്താ വലിയ കക്ക നമ്മൾ ഒഴിവാക്കും. വലിയ കക്കയാണ്. വലിയ കക്ക നമുക്ക് വേണ്ട, നമുക്ക് വലുത് വേണ്ട. വലുത് നമ്മൾ എടുത്താൽ എന്താ സംഭവിക്കുക? ചാവുണ്ടല്ലോ. വരുന്ന വർഷത്തേക്ക് ഇവിടെ കക്ക ഉണ്ടാവൂല. അപ്പൊ നമുക്ക് എന്താ ചെയ്യണം? ചെറിയ കക്ക മാത്രം മതി. മനസ്സിലായില്ല? ഇത് കുറച്ച് അത്യാവശ്യം വലിയ കക്കാനാണ് അല്ലേ? ഇത് നമുക്ക് വേണ്ട. വലിയ കക്ക നമ്മൾ എടുക്കൂല, ചെറിയ കക്ക എടുക്കൂല. ചെറിയ കക്ക വലുതാവണം. അപ്പൊ നമുക്ക് വലുതാവും. ഒരു മീഡിയം കക്ക അതാ കണ്ടില്ലേ? വീണ്ടും നമ്മൾ കക്ക ഇട്ട് അത് വീണ്ടും കക്ക അല്ലേ? റെക്കോർഡിങ് അല്ലേ? കട്ട് ചെയ്യണ്ട അതല്ലേ? വീണ്ടും കക്ക കിട്ടി. ഇത് കുറച്ച് വലിയ കക്കയാണ്. ഇത് നമ്മൾ ഒഴിവാക്കണേ. വലിയ കക്കയാണെങ്കിൽ നമുക്ക് ആ പരിപാടിയാണില്ല. വലിയ കക്ക നമ്മൾ എടുക്കൂല. നമുക്ക് ചെറിയ കക്കയും വേണ്ട, വലിയ കക്കയും വേണ്ട. അപ്പൊ നമ്മള് കക്ക നിങ്ങളെ വകായിട്ട് ആ കക്ക ഒന്ന് കുറച്ച് ഇങ്ങോട്ട് വളർത്തി വെക്കുക. ചാവണ്ടായിട്ട് നിങ്ങൾ വെറുതെ എന്നാ വരേ. ഇവിടെ വരി, ഇവിടെ നിക്കി ഞാൻ ഇവിടെ നിക്കി ഈ ക്യാമറയിലെ. അപ്പൊ നമ്മള് കക്ക വീട് കിട്ടിയിരിക്കുകയാണ്. എനിക്കറിയില്ല. കണ്ണ് തച്ചാ പിന്നെ കണ്ണ് പൊട്ടും. പിന്നെ കണ്ണില്ല പാപത്തിന്ന് പറഞ്ഞ പാട്ടാടി.
നമ്മൾ പറഞ്ഞോണ്ട് എന്തേലും നമ്മൾ പറഞ്ഞോണ്ട് എന്തിന്റെ വലിയ കക്കാള്. ഇപ്പൊ നമ്മളിത് ഏകദേശം എത്ര കക്ക വെക്കടാ, ഞാൻ ആദ്യം എണ്ണട്ടെ. അപ്പൊ ഞാൻ പോയി അപ്പൊ നമ്മളെന്ത് ചെയ്യണേ, വീണ്ടും നമ്മളെന്ത് ചെയ്യണേ, കക്ക നമ്മള് രണ്ട്, ഇപ്പൊ എത്ര കക്ക എണ്ണിക്കാം. നമ്മൾ രണ്ട് മുങ്ങല്, അത് ചെറിയ ഇതാണ് ഇത് ആണ്, അല്ല ഇത് പെണ്ണാണ്. കണ്ടില്ല, നീണ്ടതാണ് ആണ്, ഉരുണ്ടത് പെണ്ണാണ്. ഉരുണ്ടതല്ല. അപ്പൊ പെൺകാക്ക നമുക്ക് ഇപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാൽ, നിങ്ങള് കുച്ചാന്നാ എതിർച്ചാന്നാ എതിർച്ചാന്നേ എതിർച്ചാ പിന്നില്ല. എന്താ സംഭവം, ഈ കണ്ണാട വെച്ചുകാണ്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ എരുന്ത് കാണാൻ പറ്റും. അത് ഞാൻ ഒന്ന് മുങ്ങിയാണ്ട് ഒരു മുങ്ങലും കൂടി എടുക്കും. എന്നിട്ട് എനിക്ക് എൻ്റെ താത്താൻ്റെ കുട്ടികളെ കല്യാണമാണ് കിണ്ണക്കോടെ, കല്യാണത്തിന് പോകണം. അതിന് മുമ്പ് ഡ്രസ്സ് എടുക്കാൻ പോകണം. ഉച്ചക്ക് കല്യാണം, 2 കുട്ടികളെ കല്യാണം ഉണ്ട്, അത് പോകണം, ഡ്രസ്സ് എടുക്കാൻ പോകണം. അപ്പോൾ തിരക്കിൻ്റെ അടിയിൽ വന്നതാണ്. ഇവിടെ ഇന്നലെ പല ആൾക്കാർ പെടുത്തേണ്ടപ്പോൾ ഈ കണ്ണാട എനിക്ക് എൻ്റെ ഒരു സുഹൃത്ത് ചൈനീന്ന് കൊടുന്നതാണ്. എന്താടാ, ചൈനീന്ന് കൊടുന്നതാണ്. ഈ കണ്ണാട വെച്ചുകാണ്ട് വെള്ളത്തിൻ്റെ അടിയിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ എവിടെയൊക്കെ എരുന്നുണ്ടെന്ന് അത് കാണാൻ പോയി എരുന്നുണ്ടെന്ന് കാണാൻ പറ്റും. അപ്പോൾ ഞാനിത് അവസാനത്തെ മുങ്ങലാണ്. എന്നിട്ട് നിങ്ങൾക്ക് ഇത് കാണാൻ പൂതിണ്ടാവും. ഞാൻ മുങ്ങിക്കാണ്ട് എന്ത് ചെയ്യും, ഈ എരുന്തിട്ട് നീങ്ങാണ്ട് എരുന്ത് മുങ്ങിക്കാണ്ട് എന്ത് ചെയ്യും, പൊന്തും. പൊന്തിന് ശേഷം ഞാൻ നിങ്ങൾക്ക് തരണ്ടേ. അതല്ല തെച്ചല്ല, തെച്ചേ എരുന്നിടത്തോടെ ഒരു ബക്കറ്റ് എരുന്ന് ഇപ്പൊ നമ്മൾ കിട്ടിയിട്ടുണ്ട് 10 മുങ്ങലിലായിട്ട്. ഇടല്ല, ഓക്കെ. ഒരു ബക്കറ്റ് എരുന്ന് ഞാൻ പിടിച്ചേ ഇത്ര സമയം കൊണ്ട്. തെറ്റ് നോക്കിയാലേ ഇത് നോക്കിയാണ്ട് അടി കാണുന്ന നോക്കിട്ടാ, കളരുത്. അടുത്തോൾക്ക് നോക്കാം. എന്തേ വിട്ട് മാറിക്ക് കിട്ടിയ കണ്ട, നമ്മളെ ചക്കര കിട്ടി എന്നാ. എത്ര 2 കിട്ടിയത്. പിടിച്ചോ, പിടിച്ചോടാ. കണ്ടില്ലേ, നമ്മളെ കണ്ണട വെച്ചുകാണ്ട് ചെക്കന്മാരൊക്കെ എരുന്ന് പിടിക്കുന്നുണ്ട്. കണ്ടാ, ഈ കണ്ണാടന്റെ പ്രത്യേകത എന്ന് പറഞ്ഞത് എന്താണ്, വള്ളത്തിന്റെ അടിയിൽ പോകുമ്പോഴേ ഇത് ഒന്നും പറഞ്ഞില്ല. എന്തിനാ ഇത് എനിക്ക് എന്റെ ചൈനീന്ന് നമ്മളെ സുഹൃത്തെ തന്നാണ്. ഒന്ന് മുങ്ങിയാന്ന് നോക്കാം. നമ്മളെ നമ്മളെ മപ്പൂന്റെ മോനെ മുങ്ങിക്കണേ എരുന്ത് പിടിക്കാൻ വേണ്ടി നമ്മളെ കണ്ണാട വെച്ച്. ഈ കണ്ണാടക്ക് വാടകയ്ക്ക് വരണം. ഇടുവാണ് ഇന്റെ കണ്ണാട വെച്ചുകാണ്ട് എനിക്ക് ഇടിയോടാ മതി കേട്ടോ. കേട്ടോ കണ്ണാടിയാ. വെറുതെ എന്നാ വരേ നമ്മളെ നിർത്തുകയാണ് തൽക്കാലം. അപ്പൊ ഞാൻ ഒന്നും കൂടി പിടിക്കണം എന്നൊരു ആഗ്രഹം. പിടിച്ചോ, ഇനി വരില്ല. ഇനി ആരും കൂടി തരണ്ട. എനിക്ക് താത്താർക്ക് കല്യാണത്തിനാവാണ്ട് ഞാൻ അവിടെ നേരം വെക്കിയിട്ടുണ്ടെങ്കിൽ ചെക്കന്മാർക്ക് കയറിച്ചു. അപ്പൊ നമ്മള് കക്ക പിടിച്ചിരിക്കുകയാണ്. കണ്ടമാനം കക്ക നമ്മൾ കിട്ടിയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ് വലിയ കക്ക നമ്മള് പിടിക്കൂല, ചെറിയ കക്കി നമ്മള് പിടിക്കൂല. ഇടന്തരായി കക്ക നമ്മൾ പിടിക്കൊണ്ട് വരുന്നത് വലിയ കക്കയാണ്. വലിയ കക്ക അപ്പൊ മോനോ നമ്മൾ പിടിച്ച കക്ക ഒന്ന് കാണിച്ചു കൊടുത്താ. അങ്ങനെ ചിരിച്ചാണ് കാണിച്ചു കൊടുത്താ. തിരിച്ചോ ഒന്നുണ്ടാക്കാം, കക്ക ഒന്നുണ്ടാക്കാം. എടാ ഇതൊക്കെയാണ് നമ്മൾ പിടിച്ച കക്കാളി. ഒരുപാട് കക്കകളെ നമ്മൾ പിടിച്ചിട്ടുണ്ട്. ഇത് വളക്കട്ടെ. കണ്ടില്ലേ, ഇതൊക്കെ നമ്മളിപ്പോൾ 1/2 മണിക്കൂർ കൊണ്ട് പിടിച്ച കക്കയാണ്. ഓക്കെ അല്ല,
കക്ക ഫുള്ള് പൊറുക്കിടണേ. നമ്മൾ 1/2 മണിക്കൂറാ ഇത് വീണ്ടും ഒരു വലിയ കക്ക അത് നമ്മൾ എടുത്തിട്ട് ഇത് വലിയ കക്കയാണ്. ഇത് നമുക്ക് വേണ്ട, വലിയ കക്കയൊന്നും നമുക്ക് വേണ്ട. കണ്ടാ ഇതൊരു ചെറിയ കക്ക, കണ്ടാ ചെറിയ കുഞ്ഞു കക്ക, ഇത് നമുക്ക് വേണ്ട. നമ്മളെ കൊറേ കുട്ടികളെ വന്നിക്കണേ നമ്മളെ കണ്ണാട എടുക്കാൻ വേണ്ടി. നമ്മൾ കൊടുക്കുവോ? നമ്മളെ കുട്ടികളെ വരുമ്പോഴത്തേന് നമ്മളെ കണ്ണാട നമ്മള് ഒരു ബക്കറ്റ് കക്ക ഒരു 1/2 മണിക്കൂറായിട്ട് 1/2 മണിക്കൂർ കുറച്ച് ചിന്തിച്ചാ 1/2 മണിക്കൂറോണ്ടാണ് നമ്മള് ഒരു ബക്കറ്റ് കക്ക. പക്ഷെ ഈ കണ്ണാട ഇവിടെ ഇവിടെ കൊണ്ടുവരേ കണ്ണാട കാച്ചി ഉണ്ടല്ലോ അവിടെ കണ്ണാട അടക്കി കണ്ണാട കളിയില്ല. ഒരു ബക്കറ്റ് ഒരു മിനിറ്റോ ഒരു 1/2 മണിക്കൂർ വീണ്ടും കണ്ണാട അടിക്കാം. അപ്പോ നമ്മുടെ സഹോദരന്മാരെ ആരും തന്നെ ഇത് അനുകരിക്കാൻ വേണ്ടി പൊയ്ക്ക് വരരുത്. നമുക്കിപ്പോൾ ഒരുപാട് ആളുകളെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കളി തമാശ കോമഡി ഒക്കെ വേറെ. ഇവിടെ കുറേ ആൾക്കാർ വളർത്തി പോയ സ്ഥലമൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര കളിയും ചിരിയാക്കാം. പ്രത്യേകിച്ച് വിരുന്നരുന്ന കുട്ടികളാ പൊയ്ക്ക് വിടരുത്. കണ്ടില്ല, നമ്മളെ വീഡിയോ കണ്ടിട്ട് വൈറലായിക്കാണ്ട് കാണാൻ വന്ന കുട്ടികളാണ്. കണ്ടില്ല കണ്ടില്ല അപ്പൊ നമ്മളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവണേ.